വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മുടെ റൈഡിങ് റൂട്ട് എന്ന് പറയുന്നത് ബന്ദിപ്പൂർ ഫോറസ്റ്റ്, മധുമലൈ ഫോറസ്റ്റ്, നാടുകാണി ചുരം വഴിയുള്ളൊരു കിടിലൻ ഒരു ഫോറസ്റ്റ് റൈഡാണ്. സമയം ഇപ്പം വൈകിട്ട് 5 മണി കഴിഞ്ഞു, 5:15 അപ്പം സമയം കളയുന്നില്ല, ലെറ്റ്സ് ഗോ. സോ ഞാനപ്പം റൈഡ് ആക്ച്വലി ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അവിടെ നിന്ന് ഞാൻ ഷൂട്ട് ചെയ്തില്ല, കാരണം ഓൾറെഡി നമ്മൾ ആ റൂട്ടൊക്കെ കാണിച്ചാണ്. റൂട്ട് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ കനകപ്പുര, മലവള്ളി, ചാമരാജനഗർ വഴി ഇങ്ങനെ പോന്നിട്ട് ഗുണ്ടൽപേട്ട് കയറുന്ന ഒരു റൂട്ടുണ്ട്. ആ വഴി നേർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നേരെ പോവുകയാണെങ്കിൽ നമുക്ക് സത്യമംഗലം കാട് വരെ പോവാം. സത്യമംഗലം കാട് കഴിഞ്ഞ് കോയമ്പത്തൂർ അങ്ങനെയൊക്കെ പോകാൻ പറ്റും നമുക്ക് ആ റൂട്ടിൽ. പക്ഷേ ഞാനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഗുണ്ടൽപേട്ടിൽ നിന്ന് അങ്ങോട്ട് എറണാകുളം ഇവിടെ നിന്ന് എക്സിറ്റ് എടുത്ത് ഗുണ്ടൽപേട്ട് വന്നിട്ടാണ് ഇവിടെ പോകുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് വെച്ചാൽ ഗുണ്ടൽപേട്ടെല്ലാം കഴിഞ്ഞ് ബന്ദിപ്പൂർ ഫോറസ്റ്റ് കയറാറായിട്ടുണ്ട്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട്, ചെറിയ എന്തോ ഒരു തരികട പിരിവൊക്കെ ഉണ്ട് ഇവിടെ. കാറിന് 20 രൂപയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനിതിൽ പോകുമ്പോൾ കൊടുക്കാറൊന്നുമില്ല. നമ്മൾ നേരെ ID കാർഡൊക്കെ കാണിക്കും, അങ്ങോട്ട് പോകും. കാരണം നിങ്ങൾ ഈ കാട്ടിലോട്ട് കയറിയപ്പം ഒരു കാര്യം ശ്രദ്ധിച്ചോ എന്നറിയില്ല, റോഡ് കുറച്ച് വീതി കുറഞ്ഞില്ലേ. നേരെ മറിച്ച് ഞാൻ ഈ റോഡിൽ പോകാറില്ല കേട്ടോ. ഞാൻ പൊതുവേ പോകുന്നത് നമ്മൾ മുത്തങ്ങ, ബന്ദിപ്പൂർ, മുത്തങ്ങ ആ വഴിയാണ് പോവാറ്. അതാണ് കുറച്ചുകൂടെ ഒരു നല്ല റോഡും പെട്ടെന്ന് എത്താൻ പറ്റുന്നത് എൻ്റെ വീട്ടിലോട്ട്. ഇതിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ കാട് ബന്ദിപ്പൂർ ഫോറസ്റ്റും മധുമലയൊക്കെ പോകാൻ നല്ല അടിപൊളിയാണ്. റോഡ് ഇച്ചിരി വീതി കുറവാണെങ്കിലും നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകാൻ പറ്റും. പക്ഷേ ഫോറസ്റ്റൊക്കെ കഴിഞ്ഞിങ്ങനെ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ ഒരു ചുരം ഇറങ്ങാണ്ടല്ലോ, നാടുകാണി ചുരം. അവിടെ മഹാ അലമ്പാണ് റോഡ്. അലമ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചില സ്ഥലങ്ങളിൽ കേട്ടോ. ഇതിനെക്കൊണ്ട് എവിടെ വേണമെങ്കിലും പോകാം, അത്യാവശ്യം പവറും ഉണ്ട്. പവർ മീൻസ് 113 bhp എന്തോ ആണ്. ഫയർ ബ്ലേഡിൻ്റെ അടുത്തൊന്നും എത്തൂല, എന്നാലും മാനുകൾ കണ്ടോ. യെസ്, ഫയർ ബ്ലേഡിൻ്റെ അടുത്തൊന്നും എത്തൂല എങ്കിലും 113 bhp ഉണ്ട്. നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ ഇപ്പോൾ ടൈഗർ ആയാലും വേറെ ഏതൊരു വണ്ടിയാണെങ്കിലും അത്രയൊക്കെ തന്നെ ഉള്ളൂ. അത്ര ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഉള്ളത് GS അല്ലെങ്കിൽ മൾട്ടിഷാഡ V4 ഒക്കെ എടുക്കണം. അതൊക്കെ പിന്നെ മാരക പവറും സംഭവങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. എവിടുന്നോ എന്തോ ഒരു ജെർക്കിങ് പോലെ, ജെർക്കിങ് അല്ല, വൈബ്രേഷൻ്റെ ഒരു സൗണ്ട് വരുന്നുണ്ടല്ലോ. ഒന്ന് ബാക്കിൽ ടോപ്പ് ബോക്സിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട്. ലോറി. നമുക്കിപ്പോൾ ലോറിക്കാരനൊരു നോട്ടം. കാട്ടിലോട്ടൊക്കെ കയറിയപ്പോഴേ ഒരു തണുപ്പ് കേട്ടോ. ഇത്രയും നേരം ആ ഒരു വെയിലത്ത് വണ്ടി ഓടിച്ച് വരിക. ഞാൻ അവിടുന്ന് 2 മണിക്ക് ബാംഗ്ലൂരിൽ നിന്ന് കുറ്റിയും പറിച്ച് പോകുന്നതാണ്. നല്ല വെയിലായിരുന്നു. ഞാൻ വെച്ച് മഴ ഉണ്ടാവുമെന്നൊക്കെ പ്രതീക്ഷിച്ച് ഇവിടെ ഒരു ബാഗുണ്ട്, ഇവിടെ ഒരു ബാഗുണ്ട്. ബാഗിലൊക്കെ വെള്ളവും അതുപോലെ റെയിൻകോട്ടും പാൻറ്റും എല്ലാം സെറ്റാക്കി പോന്ന. മഴ പെയ്യണ്ട, പെയ്താലമ്പാണ്. പക്ഷെ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഓടിക്കാൻ ഒരു രസമാണ്. ഈ ഒരു റൂട്ടിലാണ് അധികവും ആനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ സാധ്യത ഉള്ളത് കേട്ടോ. ഒരുപാട് മാനുകളും
ഒക്കെ കാണാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു റൂട്ടാണ്. അല്ലെങ്കിലും കാട്ടിലൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെ കേട്ടോ. വെൽക്കം ടു ബന്ദിപ്പൂർ. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മളെ ബന്ദിപ്പൂർ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. അവിടെ അത്യാവശ്യം കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഐ മീൻ സഫാരി ഉണ്ട്, പിന്നെ സ്റ്റേ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇവിടെ, കറക്റ്റ് അറിയില്ല. ഇവിടെ എവിടെയൊക്കെയോ കോട്ടേജോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ മാനൊക്കെ നോക്കിയേ, അതും ആളുകളൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തും കൂടെ മാനുകളൊക്കെ വന്ന് പുല്ല് കഴിക്കുന്നതാണ്. ഇതാ കിടക്കുന്ന ആന. ആന മോനെ മുതലായി. ആനയുണ്ട്. ആന ഫാമിലി എടുക്കാൻ വന്നിട്ടുണ്ട്. അവിടെ നിർത്തണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ നിർത്തിയ ബാക്കിൽ നിന്ന് ആൾ വരും. നമ്മൾ ഫോറസ്റ്റ് ഇങ്ങോട്ട് കടന്നിട്ട് അധികം നേരം ആയിട്ടില്ല. അപ്പം ആരെങ്കിലൊക്കെ വന്ന് വെറുതെ ഫൈൻ അടിക്കണതിന്. ഇതിനെക്കാട്ടും കൂടുതൽ ആനിമൽസിന് സ്പോട്ട് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്, നമ്മളെ സത്യമംഗലം ഫോറസ്റ്റ്. നമ്മളെ വീരപ്പൻ അണ്ണൻ്റെ തറവാട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ റൂട്ടിൽ കൂടെ വേണമെങ്കിൽ വരാം. ഞാൻ പറഞ്ഞില്ല, കനകപ്പുര, മാലവള്ളി, ചാമരാജനഗർ വഴി എന്ന് പറഞ്ഞത്. നമ്മളിപ്പോൾ അത് ഗുണ്ടൽപേട്ട എക്സിറ്റ് എടുത്തിട്ടാണ് ഗുണ്ടൽപേട്ടയിലോട്ട് വരുന്നത്. അതല്ലാണ്ട് നേരെ പോവുകയാണെങ്കിൽ അത് സത്യമംഗലം കാടിൻ്റെ അകത്തു കൂടെ പോയിട്ട് സത്യമംഗലം എത്തി കോയമ്പത്തൂരിലോട്ടാണ് അത് മുട്ടുന്നത്. പക്ഷെ അതിൽ ഞാൻ പോകത്തെന്താ വെച്ചാൽ ഭയങ്കര ഡിസ്റ്റൻസ് കൂടുതലാണ്. ഇതിൽ എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് ഇതുവഴി പോകുമ്പോൾ 350 കിലോമീറ്ററും മുത്തങ്ങ വഴി പോവുകയാണെങ്കിൽ 370-375 കിലോമീറ്റർ. ഇനി അതല്ല സത്യമംഗലം വഴിയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ 510 കിലോമീറ്റർ ഉണ്ട്. അപ്പം ഡിസ്റ്റൻസും കൂടുതലാണ്, സമയം ഒരുപാട് എടുക്കുന്നുണ്ട് അതിൽ പോകുമ്പോൾ. നമുക്കൊരു ദിവസം എന്തായാലും പോകാം. അടുത്ത വരവ് എന്തായാലും അതിൽ തന്നെ ആക്കാൻ തന്നെ ഒരു പ്ലാനുണ്ട്. സാഹചര്യം ഇതൊക്കെ ഒത്തുവരാണെങ്കിൽ നമുക്ക് നോക്കാം. വീണ്ടും ഒരു ആന കൂട്ടം അടതൊക്കെ എടുക്കുന്നു. ആനയ്ക്ക് ക്രോസ് ചെയ്യാനാണല്ലോ. ക്രോസ് ചെയ്യുന്നില്ല. കുറേ വെയിറ്റ് ചെയ്താൽ അവർ ക്രോസ് ചെയ്യുന്നില്ല. ഒരു ടൈഗറിനും കൂടെ സ്പോട്ട് ചെയ്തിരുന്നെങ്കിൽ വന്നത് മുതലായനെ. കാട് ഈ മഴയൊക്കെ ഇങ്ങനെ കഴിഞ്ഞിങ്ങനെ വെയിലൊക്കെ ഒതിച്ച് നിൽക്കുമ്പോൾ കാണാനൊരു പ്രത്യേക ഭംഗി തന്നെ കേട്ടോ. എനിക്ക് തോന്നുന്നത് ബന്ദിപ്പൂർ ഫോറസ്റ്റ് കഴിഞ്ഞു നമ്മൾ മധുമലയിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. യെസ്, സംഗതി ഫോറസ്റ്റ് എല്ലാം ഒന്ന് തന്നെയാണ്. അത് കർണാടക ആകുമ്പോൾ ബന്ദിപ്പൂർ, തമിഴ്നാടാകുമ്പോൾ മധുമലൈ, കേരള ആകുമ്പോൾ മറ്റെന്താണ് മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണോ അതോ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയോ? ഏതായാലും അതാണ്. നമ്മളിത് തമിഴ്നാട്ടിലോട്ട് കയറുവാണ്, മധുമലയിലോട്ട് കയറുവാണ്. എന്താണ് ഇവിടെ നല്ല ചെക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ.
ഇതേ എടുക്കുന്ന അടുത്ത മാൻകൂട്ടം. ഓഹ് എത്ര അല്ലേ. എന്താല്ലേ ഭംഗി നോക്കിയ നിങ്ങൾ കാടിൻ്റെ. പച്ച എന്താ പരവതാനി വിരിച്ച മാതിരി ഫുൾ പച്ചപ്പ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ, സത്യം പറയാലോ. ഇത്രയും കാലം ഞാൻ അതുവഴിയാണല്ലോ പോയത് എന്നാ. പക്ഷേ എനിക്കറിയില്ല കേട്ടോ, ഇവിടുത്തെ ഈ മറ്റേ എന്താണ് ഈ റോഡുണ്ടല്ലോ, നാടുകാണി ചുരം നന്നാക്കിക്കണോ ഇല്ല എന്നുള്ള അറിയില്ല. അത് റോഡൊക്കെ നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീ തന്നെ ആയിരിക്കും എൻ്റെ ഒരു സ്ഥിരം റൂട്ട് എന്ന് പറയുന്നത്. ഇത് തോന്നുന്നില്ല നാടുകാണി നന്നാക്കിയിട്ടുണ്ടാവുമെന്നുള്ളത്. കാരണം അത് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് കിടപ്പ്. ഞാൻ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ റോഡിലൂടെ ഞാൻ പോകാത്തത്. റോഡ് മഹാലമ്പാണ് നാടുകാണി. അതർവൈസ് എന്ത് ഭംഗിയാന്ന് നോക്കിയേ. മുത്തങ്ങ വഴി പോകുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ല ഭംഗിയുള്ളത് സത്യം പറയാമല്ലോ ഈ റൂട്ട് തന്നെയാണ്. പിന്നെ അനിമൽസിനെ സ്പോട്ട് ചെയ്യുന്നതും ഈ ഒരു റൂട്ട് തന്നെയാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതേപോലെ റൈഡൊക്കെ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ, ഇപ്പം നാടുകാണി വഴിയൊക്കെ കയറിയിട്ട് നിങ്ങൾക്ക് ഒരു 1 ഡേ ട്രിപ്പൊക്കെ അടിക്കണം എന്നുണ്ടെങ്കിൽ, 1 ഡേ മതിയാവുമെന്ന് അറിയില്ല. ഞാനീ പറയുന്ന സ്ഥലം എന്ന് പറയുന്നത്, എൻ്റെ ഒരു മനസ്സിലുള്ള പ്ലാന് ഇതാണ്. ഈ നാടുകാണി വഴി കയറി വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. ഗുണ്ടൽപേട്ട് എത്തിയിട്ട് ഗുണ്ടൽപേട്ടിൽ നിന്ന് മറ്റേ മലവള്ളി ചാമരാജ റൂട്ട് കയറുക. എന്നിട്ട് സത്യമംഗലം വഴി കോയമ്പത്തൂർ പോയി അങ്ങനെ തിരിച്ച് നാട്ടിലോട്ട് തന്നെ പോകുന്നൊരു റോഡ്. അത് നല്ലൊരു അനുഭവമായിരിക്കും. നല്ല കിടിലൻ റോഡുമാണ്. വീണ്ടും അത് ആന. നമ്മളിപ്പോൾ 3ാമത്തെ തവണയാണ് ആനനെ സ്പോട്ട് ചെയ്യുന്നത് കേട്ടോ. അതിൽ ഒരെണ്ണം നമ്മൾ അടുത്ത് നിന്ന് കണ്ടു. ഇത് പക്ഷേ കുറച്ച് ദൂരെയാണ്. എന്നാലും കൊമ്പുള്ള ആനനെ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. 2 കൊമ്പുള്ള ആന കേട്ടോ. നേരത്തെ നമ്മൾ കണ്ടതൊന്നും കൊമ്പുള്ള ആനയല്ല, അത് ഫീമെയിലാണ്. ഇത് പക്ഷേ മെയിലാണ്. അങ്ങനെ തന്നെ അല്ലേ? എന്താല്ലേ പച്ച വിരിച്ചിട്ട് ഇങ്ങോട്ട് കണ്ടിട്ട് മതി വരുന്നില്ല ഗൈസ്. ഇനിയിപ്പോൾ ഒരു റോഡ് വരെ വലത്തോട്ട്. ഇത് മസനഗുഡി ഊട്ടി പോകുന്ന വഴിയാണിത്. ഈ റോഡാണത്, മസനഗുഡി വഴി ഊട്ടി പോകുന്നത്. ഈ റോഡും കിടിലൻ റോഡാട്ടോ. ചെറിയ റോഡാണ്, പക്ഷേ ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ് കാട്. ഇതിപ്പോൾ നമുക്കിപ്പോൾ എങ്ങോട്ടാണ് പോകണ്ടേ? നമുക്ക് ഇങ്ങോട്ട് തന്നെ ആവും. അത് വേറെ ഊട് വഴിയാണ്. ഈ മയിലിനെ കണ്ടിട്ടില്ല എന്ന് പറയരുത്. ഇതാണ് മയില്. ഓ എന്നാ ലുക്കാലേ. ഒരു കാറ് വരുന്നുണ്ടേ. ഇതെങ്ങോട്ടാ പോവാൻ നോക്കാം നമുക്ക്. ഓഹോ അതിൻ്റെ പീലി നോക്കിയേ. അതെന്തോ കൊത്തി തിന്നാൻ പോവാ. ഇതാണ് പ്രശ്നം. ആരോ എന്തോ പ്ലാസ്റ്റിക് ഇട്ടുണ്ട്, അത് കുത്തി തിന്നുന്നതാ. ചേടാ അതെന്തൊരു കഷ്ടമാണെന്ന് ആലോചിക്കേ. നമ്മളങ്ങനെ ഒഫീഷ്യലി ടൈഗർ റിസർവ്, അതായത് കാട് ഫോറസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്.
താങ്ക് യു, വിസിറ്റ് അഗൈൻ മുതുമലൈ ടൈഗർ റിസർവ്. അപ്പോൾ നമ്മൾ കാടെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ടൗൺ എത്തുന്നുണ്ട്, ഗൂഡല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു ടൗൺ. പക്ഷെ അത് ഇച്ചിരി കൺജസ്റ്റഡാണ് ആ ടൗണ്. ചിലപ്പോൾ നമുക്കിവിടെ ട്രാഫിക്ക് കുറച്ച് നേരം കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഗൂഡല്ലൂരിൽ നിന്ന് വലത്ത് തിരിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. എന്നിട്ടാണ് നമ്മൾ നാടുകാണി ചുരം ഇറങ്ങാൻ പോകുന്നത്. അവിടെ ബോർഡൊന്നും കാണുന്നില്ലല്ലോ. നിലമ്പൂർ അതാ കിടക്കുന്നു. നിലമ്പൂർ 55 കിലോമീറ്റർ. അപ്പോൾ ഗൈസ് നമ്മളിപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. നാടുകാണി ചുരം ഇറങ്ങാറായിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഇരുട്ടുമായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇനിയിപ്പോൾ ഇറങ്ങാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വേറെ എവിടെയും നിർത്താനൊന്നും പറ്റത്തില്ല. അപ്പോൾ കുറേ നേരമായി ഇവിടെ ഇരിക്കുന്നു. ഇനി നമുക്ക് പോവാം. സമയം 6:36 ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, സമയം ലേറ്റാവും. ഏത് ലൈറ്റ്? മഞ്ഞ ലൈറ്റ് മതിയോ? മഞ്ഞ ലൈറ്റ് അല്ലാതെ വേറൊരു സാധനം കിട്ടാം നമ്മളത്. ഇതൊന്ന് നോക്കിയേ, മൊത്തം കാണാം നമുക്ക്. തൽക്കാലം ഇപ്പം ഞാൻ ഇടുന്നില്ല, നാട്ടുകാർ പിരാകും. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഇതാക്കണം, LED ആക്കണം. കാരണം ഇപ്പോൾ മഞ്ഞ യെല്ലോ ലൈറ്റ് ആയാലും ശരി, ഇപ്പോൾ ഇട്ട ലൈറ്റായാലും ശരി, ഭയങ്കര സ്പ്രെഡായിട്ടാണ് കാണുന്നത്. ഒന്നും പോയിൻ്റ് ആയിട്ടല്ല കാണുന്നത്. അതായത് ത്രോ ഇല്ല, ഡയറക്റ്റ് ആ ഒരു പോയിൻ്റ് ആയിട്ടുള്ള ഒരു ത്രോ വരുന്നില്ല. ഫുള്ള് സ്പ്രെഡായി കിടക്കുന്നതുകൊണ്ട് റോഡ് മൊത്തം കാണുന്നുണ്ട്. പക്ഷേ ഹൈവേയിലൊക്കെ പോകുമ്പോഴേ, ഇങ്ങനത്തെ റോഡ് പോകുമ്പോൾ ഈ ഒരു ലൈറ്റ് പക്കയാണ്. പക്ഷേ ഹൈവേ പോകുമ്പോൾ നമുക്ക് ലോങ് ഇത് വേണം, സൈറ്റ് കിട്ടണമല്ലോ. അപ്പോൾ അതിന് ഹെഡ്ലൈറ്റ് LED ഒന്ന് മാറ്റണം. തുടങ്ങിയിട്ടോ, റോഡ് മോശമായി തുടങ്ങി. അത് രാത്രിയും കൂടെ ആകുമ്പോഴേ ഒന്നും കാണാൻ പറ്റില്ലേ. നമുക്ക് യെല്ലോ ലൈറ്റ് മാറ്റിയിട്ട് വൈറ്റ് ആക്കണം. വൈറ്റ് ആക്കിയിട്ട് കാര്യമുണ്ടോ? വൈറ്റ് വേണ്ട, നമുക്ക് യെല്ലോ മതി. വൈറ്റ് നമുക്ക് ഇതുണ്ടല്ലോ, അത് മതി. കാരണം ഈ ചെറുതിലെ ഈ വലത്തെ സൈഡിലെ സ്വിച്ച് ലൈറ്റ് ഇട്ടിട്ട് മുകളിലോട്ട് പോകുന്നത് ഞാൻ കാണിച്ചു തരാം. ബ്ലിങ്ക് ചെയ്ത് കണ്ടോ, അത് നേരെ ആളുടെ കണ്ണിലോട്ടാണ് പോകുന്നത്. ഇതാകുമ്പോൾ അങ്ങനെ ഒരു കുഴപ്പമില്ല, നേരെ റോഡിലോട്ടാണ് പോയിൻ്റ് ചെയ്യുന്നത്. റോഡ് എന്തൊക്കെ പറഞ്ഞാലും, എവിടെയൊക്കെ നന്നാക്കിയെന്ന് പറഞ്ഞാലും പഴയ പോലൊക്കെ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഭേദപ്പെട്ടിട്ടുണ്ട്, എന്നാലും സ്ഥലം തന്നെയാണ്. ലോറി വന്നിട്ട് പള്ളിപ്പെരുന്നാളിന് പോയാൽ മതി. മഞ്ഞയും പച്ചയും വെള്ളയും പലതരത്തിലുള്ള ലൈറ്റ്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഗിയർക്ക് ഇടാനുള്ളൊരു ഓപ്ഷനൊന്നും ഇല്ല അവിടെ. ഈ സാധനം ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. അതാണ് കിരികിരി പറഞ്ഞ സൗണ്ട് വരുന്നത്. എൻ്റെ മോനെ, ഇപ്പം തന്നെ പോയേനെ. ഇവിടെയാണ് ഇതിൻ്റെ സമയം കളയുന്നത്. ഈ റോഡിലെ സമയം പോകുന്നത് ഈ ഒരു സ്ഥലത്താണ്.
അല്ലെങ്കിൽ ഈ ഒരു വഴി വരിക എന്ന് പറഞ്ഞാൽ അടിപൊളി റൂട്ടാണ്, കാഴ്ചകളെ കണ്ട് വരാൻ പറ്റിയ സ്ഥലം. ഈ റോഡൊന്ന് ഇവന്മാർക്ക് നന്നാക്കി എടുത്ത് നോക്കിയ കുണ്ടിൻ്റെ ഒക്കെ ഒരു വലുപ്പം. ഓ ഇത്രയും വണ്ടികൾ ഇവിടെ ഉണ്ടല്ലേ. ബ്ലോക്കലോസ്കി എൻ്റെ മോനെ. ഒന്ന് പോടാ മോനെ. അയ്യോ പൊടി. ഇത് കാറ്റ് കയറുന്നവർ സമ്മതിക്കുന്നു കേട്ടോ. പൊട്ടിപ്പൊളിഞ്ഞ റോഡ് കഴിഞ്ഞോ അതോ എന്നെ പറ്റിക്കാൻ വേണ്ടിയാണോ? ഓ നല്ലൊരു കർവാട്ട്. ലൈറ്റ് മാറ്റ്, ലൈറ്റ് മാറ്റ്. എന്താ അത്, പാറയോ? എനിക്ക് തോന്നുന്നു നമ്മൾ ഏകദേശം ചുരം ഇറങ്ങി കഴിയാറായിട്ടുണ്ട്. വളവാണല്ലേ. ഞാനൊരു പുതിയൊരു സംഭവം പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വിഷൻ 2028 എന്ന് പറഞ്ഞിട്ടാണ് അതിനൊരു പേരിട്ടിരിക്കുന്നത്. നടക്കോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല, പക്ഷെ ആഗ്രഹമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു ഡുകാട്ടി പനികാല V4 വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഇത് കൊടുത്തിട്ടല്ല, മൾട്ടിഷാഡ കൊടുത്തിട്ടല്ല, ഇത് കീപ്പ് ചെയ്തുകൊണ്ട് V4 വാങ്ങിക്കണം പനികാല. അതാണ് ഒരാഗ്രഹം. 2028 നടക്കുകയുള്ളൂ. നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് കഴിയണം. അതിന് മുമ്പ് എന്തായാലും നടക്കാൻ ഞാൻ നോക്കിയിട്ടൊരു സാഹചര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ വിഷൻ 2028 എന്നും പറഞ്ഞിട്ട് ഇട്ടിട്ടുള്ളത്. നോക്കുക, നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കൊരു യൂട്യൂബ് റവന്യൂ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വർഷം തന്നെ എടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ അത്ര വലിയ ചാനലൊന്നും അല്ലാത്തതുകൊണ്ടും വലിയ റീച്ചൊന്നും ഇല്ലാത്തതുകൊണ്ടും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ 2028 ആയാലേ എന്തെങ്കിലുമൊക്കെ നടക്കുകയുള്ളൂ. നോക്കാം, ആഗ്രഹങ്ങളല്ലേ, ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മോൻ ആന, യാ മോനെ, രാത്രിയിലൊക്കെ ആനനെ കാണാൻ ഞാൻ ആദ്യമായിട്ടാട്ടോ. അത് റോഡ് സൈഡിൽ പേടിച്ചു, സത്യം പറയുകയാണെങ്കിൽ ഒന്ന് പേടിച്ച്. അത് ഈ കാറുകാരുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഞാനൊക്കെ
മോനെ പേടിച്ചു ഒരു വഴിക്കായനെ. ഇന്ന് മൊത്തം ആനയാണല്ലോ. ബന്ദിപ്പൂര്, മധുമലൈ എല്ലായിടത്തും നിന്നും ആന കണ്ട് 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 മടുത്ത്. അപ്പോൾ നമ്മൾ നാടുകാണി ചുരം കഴിഞ്ഞിരിക്കുകയാണ്. വഴിക്കടവ് എത്തിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് എടക്കര, നിലമ്പൂർ, എടവണ്ണ. യെസ്, നമുക്ക് ഇവിടുന്ന് റൈറ്റ് എടുക്കണം. നമ്മളങ്ങനെ NH-66 കയറാൻ പോവുകയാണ്. ഇനിയില്ലടാ, ഇനി വെറും 2.5 കിലോമീറ്റർ 3 കിലോമീറ്റർ കഷ്ടിച്ചേ ഉള്ളൂ. ഹൈവേയിൽ കയറുക, എക്സിറ്റ് അടിക്കുക. അമ്പോ, അതിലെ പോവോ? യെസ്, കയറ്റി. അതാണ്. വാ. അപ്പം ഗൈസ്, നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. നമ്മുടെ വണ്ടി ഇതാ 1-2 സാധനങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ടായി, ഞാൻ പറയാൻ മറന്നു പോയതാ. ടോപ്പ് ബോക്സ് ഉണ്ട്, പിന്നെ ഇതാ ഫ്രണ്ടിൽ 2 ബാഗും കയറ്റിയിട്ടുണ്ട്. അപ്പം അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം.